നിങ്ങളുടെ കൈവശമുള്ള സ്ക്രാപ്പ് പണമാക്കി മാറ്റാൻ സ്ക്രാപ്പ് സെറ്റ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മറ്റേ ലക്ഷ്മണൻ ഉണ്ടല്ലോ, ലക്ഷ്മണന് ഞാൻ ഒരു മറുപടി കൊടുത്തല്ലോ. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് സോളമൻ ആ വിഷയത്തിൽ കയറി ഇടപെട്ട് റിപ്ലൈ തരണം. അതായത് സ്റ്റെറോയിഡ് കുത്തി ഫേക്ക് ആയിട്ടുള്ള ബോഡി, അതായത് ഫേക്ക് ആയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ഫേക്ക് മസിൽ ഉണ്ടാക്കുന്ന ആരെ എന്ത് പറഞ്ഞാലും ഉടനെ ഈ ചോളമൻ കയറി തലയിടും. അതാണ് ഞാൻ പറഞ്ഞത്. ഓൾ കേരള സ്റ്റെറോയിഡ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഈ ചോളമൻ. അപ്പോൾ ഇതിന് ഞാൻ റിയാക്ഷൻ ചെയ്തില്ലായിരുന്നു, ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം ആ വീഡിയോ കാണാം. പക്ഷേ ഞങ്ങൾ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളാം. ഞങ്ങൾക്ക് ഞങ്ങളെ ഷോസ് ഉണ്ട്, ഞങ്ങളെ ഫ്യൂച്ചർ ഉണ്ട്. ഏതാടാ ഞങ്ങള്? നിനക്കൊക്കെ എന്ത് വില, സമൂഹത്തിന് എന്ത് വിലയാടാ നിന്റെയൊക്കെ എൻഹാൻസ്മെന്റ് ബോഡി ബിൽഡിംഗ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. യൂറോപ്യൻ എൻലൈറ്റ്മെന്റ് ഫിലോസഫർ വേണം പറയാൻ. ബുദ്ധിയില്ലാത്ത നാച്ചുറൽ സ്ക്വാഡ് അങ്ങനെ കേരളത്തിലെ എല്ലാ ബോഡി ബിൽഡർമാരും നിന്നെ ട്രോളി തുടങ്ങി. എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ നിന്നോട് ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സെൽഫിഷായിട്ട് ചിന്തിച്ചിട്ടല്ല, അതായത് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്ന് ചിന്തിച്ചിട്ടല്ല. അങ്ങനെ ചിന്തിച്ച ഒരു രാജ്യവും ഈ ലോകത്ത് വളർന്നിട്ടില്ല. ജപ്പാനിൽ ന്യൂക്കിട്ടപ്പോൾ ഓരോ ജപ്പാൻകാരനും എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കാമെന്ന് അവൻ ചിന്തിച്ചില്ല, അവൻ സൊസൈറ്റിയെക്കുറിച്ച് ചിന്തിച്ചു. അപ്പം മെജോറിറ്റിയും സെൽഫിഷായതിന് എൻ്റെ കുറ്റമല്ല. ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ സെൽഫിഷായിട്ട് ചിന്തിച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തു പറയും, ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ എനിക്ക് ഉണ്ടാക്കാമായിരുന്നു. കാരണം എൻ്റെ ഇമെയിൽ ഐ ഡിയിൽ മൊത്തം ഈ സപ്ലിമെൻറ്റുകാരുടെ പരസ്യമാണ്. കാരണം ഈ ഹിന്ദിക്കാർക്കെന്ന് അറിഞ്ഞുകൂടല്ലോ ഈ ഇന്ത്യയിലുള്ള സപ്ലിമെൻറ്റ് ബ്രാൻഡുകൾ. ഞാൻ മലയാളത്തിൽ ചെയ്യണോണ്ട് അവരെൻ്റെ ബോഡി കാണും, ഉടനെ അവരെനിക്ക് ഓഫർ തരും. ക്രിയാറ്റിൻ, വേ പ്രോട്ടീൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾ പരസ്യം ചെയ്യൂ, ഇത്ര രൂപ തരാം. മനസ്സിലായില്ലേ? ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത്? കാരണം എനിക്ക് സെൽഫിഷ് സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മൊത്തം ഇപ്പോൾ സപ്ലിമെൻ്റ് അടിച്ച് അല്ലെങ്കിൽ സ്റ്റെറോയിഡ് കുത്തി നടക്കുന്ന ആളുകളാക്കി നിങ്ങളെ മാറ്റാനൊക്കെ എനിക്ക് വളരെ ഇപ്പോൾ എവനെക്കാളും നന്നായിട്ട് ചെയ്യാനറിയാം. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സൊസൈറ്റിയെ ഹെൽത്തി ആക്കണം. അതായത് ആരോഗ്യമുള്ള ഒരു സൊസൈറ്റിക്ക് മാത്രമേ വളരാൻ പറ്റുള്ളൂ. കാരണം സെൽഫിഷ് സ്വഭാവം ഇല്ല. ശരിക്കും പറഞ്ഞാൽ അത് ശാപമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു കുറച്ചെങ്കിലും സെൽഫിഷ്നെസ് വേണം. എനിക്ക് ഒട്ടും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സൊസൈറ്റിയെക്കുറിച്ച് സ്വന്തം കാര്യത്തിന് സ്വന്തമായിട്ട് എന്തെങ്കിലും നേടാം, അല്ലെങ്കിൽ കുറേ സപ്ലിമെൻറ്റും സ്റ്റെറോയിഡൊക്കെ വിറ്റ് നാട്ടുകാരുടെ മക്കളോ മറ്റുള്ളവർ എങ്ങനെയെങ്കിലും നശിച്ചാലെന്താ, എനിക്ക് ഞണ്ണിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് എവനെപ്പോലുള്ളവന്മാർക്ക് ചിന്തിക്കാൻ പറ്റും. അതാണ് യവന്മാരെപ്പോഴും പറയുന്നത്, നമ്മുടെ ഫ്യൂച്ചർ ജീവിതത്തിൽ ഒരിക്കൽ പോലും സൊസൈറ്റിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതായത് സൊസൈറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മറ്റേ വോട്ട് ചെയ്ത് കുറേ രാഷ്ട്രീയക്കാരെ കയറ്റി വിടുമല്ലോ, അത് അവരുടെ പണിയാണ് എന്നൊക്കെയാണ് യവന്മാരുടെ വിചാരം. മനസ്സിലായില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, ഉദ്ദേശശുദ്ധി മനസ്സിലായില്ല. ഞാൻ സൊസൈറ്റിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ സ്റ്റെറോയിഡ് ഉപയോഗിച്ച ആ എപ്പിജെനറ്റിക്സിൽ എന്ത് മാറ്റം വരുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ എലികളിൽ നടത്തിയ പഠനം ഇപ്പോൾ റിപ്പോർട്ട് ഞാൻ കാണിക്കാം, ഒന്ന് വായിച്ചു നോക്ക്. സ്റ്റെറോയിഡ് കുത്തിയ എലികൾക്കുണ്ടായ കുട്ടികൾക്ക് അത് ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, സ്റ്റെറോയിഡ് കുത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥ ഹെൽത്തി ആയിട്ടുള്ള ആളാണോ അല്ലേ എന്ന് ഒരാളെ തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ അടുത്ത തലമുറേനെയാണ് പ്രതിപാദിക്കുന്നത്. അടുത്ത മികച്ച തലമുറ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഈ കിടന്ന് പറയുന്നത്. കാരണം എനിക്കറിയാം ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എങ്ങനെ മുകളിലോട്ട് പോകണമെന്ന്, എങ്ങനെയാണത് മുകളിലോട്ട് പോകണമെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായില്ല ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന്. അല്ല എവനെയൊക്കെ പോലെ സെൽഫിഷ് ആവാനാണെങ്കിൽ എനിക്ക് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ആര് വേണോ സ്റ്റെറോയിഡ് ഉപയോഗിച്ചോട്ടെ, ആര് വേണോ ചെയ്തോട്ടെ, ആളുകൾ മൊത്തം വിചാരിച്ച് ഞാനും ചെയ്യാം. ഇഷ്ടം പോലെ പൈസ കിട്ടുമല്ലോ. പൈസയാണല്ലോ ഇപ്പോൾ, പൈസ ഉണ്ടാക്കാനാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഉള്ള ഹിന്ദിക്കാരന്മാർ മൊത്തം സ്റ്റെറോയിഡും ഒക്കെ വേണമെങ്കിൽ അവന്മാരുമായിട്ട് ബന്ധപ്പെട്ടാൽ തരും. എന്നിട്ട് നാളെ മുതലിരുന്ന് ഇങ്ങനെ പറയാം, ഇതൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, നാളെ എന്തായാലും ചത്ത് പോകാണ്ട് എല്ലാവരും സ്റ്റെറോയിഡ് പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. ഇവൻ പറയാണ് ബാക്കിയുള്ള ആളുകളും എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ളവന്മാർ പറയുന്നത് അവനൊക്കെ എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നോട് ചിന്തിച്ചാണ്. ഞാൻ ഒരിക്കലും എനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ ഒന്നും പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കണം, നിനക്ക് എന്തിൻ്റെ കഴപ്പാടാ? മറ്റുള്ളവർ മസിലുണ്ടാക്കണതിന് നിനക്ക് എന്തിൻ്റെ ചൊറിച്ചിലാണ്? മറ്റുള്ളവർ മസിലുണ്ടാക്കുന്നതിൽ എനിക്ക് ചൊറിച്ചിലില്ല. അത് നാച്ചുറലായിട്ട് ചെയ്യണം, സത്യസന്ധമായിട്ട് ചെയ്യണം. അല്ലാതെ ഒരു കഴിവും ഇല്ലാത്തവൻ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് 3 മാസം കൊണ്ട് അവൻ്റെ ഒരു ഊത്ത മസിലുണ്ടാക്കുന്നതല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. എവന് നാണം ഉണ്ടായി ഇങ്ങനെ പറയാൻ. എനിക്ക് കഴപ്പാണ്. നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന എത്രയോ പയ്യന്മാരെ അറിയാം.
എനിക്ക് ഒരാൾ ഒരു പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചു. ഇവിടെ ട്രിവാൻഡ്രം വർക്കലയുള്ളതാണ്. പുള്ളി 64 വയസ്സായി, നാച്ചുറലാണ് പുള്ളി. എൻ്റെയൊക്കെ ഞാനൊക്കെ ഇപ്പോൾ പുതിയ തലമുറയുള്ളതാണ്. പുള്ളി പണ്ടത്തെ ആളാണ്. പുള്ളി വേണമെങ്കിൽ പുള്ളിയുടെ ഫോട്ടോയും കൂടെ കാണിക്കാം. പുള്ളി ഫേമസ് ബോഡി ബിൽഡറാണ്. പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത്. അതുകൊണ്ടാണ് പുള്ളിയുടെ ഫോട്ടോ കാണിക്കുന്നത്. പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോഴും പുള്ളി എനിക്ക് കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഫ്രീ കിട്ടുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ പുള്ളിക്കാരനെ കണ്ട. ഈ പുള്ളിക്കാരൻ 64 വയസ്സാണ്, നാച്ചുറൽ ബോഡിയാണ്. ഈ പുള്ളിക്കാരനെ പോലുള്ള ആളുകളെ ഞാൻ ബഹുമാനിക്കും. വെള്ളവും ഭക്ഷണവും കഴിച്ച് നാച്ചുറലായിട്ട് ചെയ്തവരാ. അല്ലാതെ ഒരു കഴിവും ഇല്ലാതെ ഒരുത്തൻ വഴി പോണ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കുറേ ഫേക്ക് മസിലുണ്ടാക്കി ഒരു ബഹുമാനവും പ്രതീക്ഷിക്കേണ്ട. അത് തെറ്റായിട്ടുള്ള മെസ്സേജാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിന്തിച്ചത് എന്ത് പറയാനാടോ, സെൽഫിഷ് സ്വഭാവം കുറച്ചെങ്കിലും എന്ത് പറയാൻ. അതൊക്കെ നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും രണ്ടുപേർക്ക് ഈ സെൽഫിഷ്നെസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കും അത് വന്നിട്ടില്ല. മനസ്സിലായി? കുറച്ചെങ്കിലും സ്വാർത്ഥ താല്പര്യം. സൊസൈറ്റിയെ നാടൊക്കെ എങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് എങ്ങനെയെങ്കിലും കുറേ മറ്റേ സപ്ലിമെൻറ്റ് വിറ്റ് കുറേ പണം ഉണ്ടാക്കിയിട്ട് നടക്കാമെന്ന് എനിക്ക് ഉള്ളിൽ നിന്ന് വരുന്നില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനും ചെയ്താൽ ഇവന്മാരെ പോലെ എന്തോ ശ്രമിച്ചാലും വരുന്നില്ല. അതുകൊണ്ടാണ്. നീ ഉണ്ടാക്കി കാണിക്കടാ. നിന്റെ നാച്ചുറൽ ബോഡിയിൽ, അതായത് നിന്റെ ഒരു മനുഷ്യ ശരീരത്തിന് പറ്റുന്ന ഒരു പരിധിയുണ്ട്. എൻ്റെ നാച്ചുറൽ ബോഡി മനുഷ്യ ശരീരത്തിന് പറ്റുന്ന എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? ആ പരിധി വരെ ഇവിടെയുള്ള ഒരുത്തനും എത്തിയിട്ടുമില്ല. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ കൂടുതൽ അങ്ങ് ഓവറായിട്ട് ചെയ്ത് എൻ്റെ ആരോഗ്യം കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഓൾമോസ്റ്റ് 100% പ്രൈമിൽ എത്തിയില്ലെങ്കിൽ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഒരു നാച്ചുറൽ ബോഡി ബിൽഡറായിട്ട് പോകുന്നത്. അത്രേ ഉള്ളൂ. പരിധിയിൽ നിൽക്കണം നീ. നിനക്ക് ഇതിൻ്റെ അപ്പുറം വരത്തില്ല. അപ്പോൾ എനിക്ക് വരണ്ടാ. യവൻ പറയുന്നത് ഹ്യൂമൻസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തല്ലോ, നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ശരീരത്തിന് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അല്ല റാപ്പിഡായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കൂടത്തില്ല. ലിമിറ്റേഷൻ കഴിഞ്ഞ് പോകത്തില്ല. മതി, എനിക്ക് എൻ്റെ മാക്സിമം ലിമിറ്റേഷൻ പോയാൽ മതി. യവന്മാർ പറയുന്നത് നാച്ചുറലായിട്ടുള്ള മാക്സിമം ലിമിറ്റേഷൻ പോയാൽ പോരാ, അത് കഴിഞ്ഞ് ഫേക്കായിട്ട് പോകണമെന്നാണ് പറയുന്നത്. എന്തിനാണ് ഫേക്കായിട്ട് പോകുന്നത്? എടോ, ഞാൻ പറയുന്നത് സിൽവർ എറ ബോഡി ബിൽഡിംഗ് ടൈം ഏറ്റവും നല്ല നാച്ചുറൽ ബോഡി ഉള്ളവൻ ചാമ്പ്യൻ. അതാണല്ലോ ഈ മോഡേൺ എറയും സിൽവർ എറയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. സിൽവർ എറ ബോഡി പീരീഡിൽ ഏജിൽ ഏറ്റവും നല്ല നാച്ചുറൽ ബോഡി ഉള്ളവനാണ് ചാമ്പ്യൻ. ഈ മോഡേൺ ബോഡി ബിൽഡിങ്ങിൽ ഏറ്റവും നല്ല ബോഡി ഉള്ളവനോ ക്വാളിറ്റി ഉള്ളവനോ അല്ല, ഇഞ്ചക്ഷൻ, ഏറ്റവും വില കൂടിയ ഇഞ്ചക്ഷൻ, ഏറ്റവും വില കൂടിയ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നവനാണ് ചാമ്പ്യൻ. ഇതാണോ നീതി? ഇതാണോ യൂജിൻ സാൻഡെ പോലുള്ള ലെജൻഡ്സ് ബോഡി ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അതായത് ആരാണ് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള മരുന്ന് കുത്തിയത് അവനാണ് ചാമ്പ്യൻ എന്ന്. ഇതാണ് ഇന്നത്തെ ചാമ്പ്യൻ. സിൽവർ എറയിൽ വെള്ളവും ഭക്ഷണവും മാത്രമേ കഴിക്കുള്ളൂ. യഥാർത്ഥ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളവനാണ് ചാമ്പ്യൻ. ഇതാണ് ഭയങ്കര സംഭവമായിട്ട് പറയുന്നത്. നാച്ചുറൽ ലിമിറ്റേഷൻ കഴിഞ്ഞ് പോകണ്ട. നാച്ചുറലി ഏറ്റവും ബെസ്റ്റ് ബോഡി ഉള്ളവൻ ജയിച്ചാൽ മതി. അതാണ് യൂജിൻ സാൻഡെ പോലുള്ള ലെജൻഡ്സ്, അല്ലെങ്കിൽ സിൽവർ എറ, ബ്രോൺസ് എറ ഒക്കെ എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ഇല്ലാത്ത ക്വാളിറ്റി കപടമായിട്ട് ഉണ്ടാക്കി ഒരുത്തനും ചാമ്പ്യൻ ആവണ്ട. അങ്ങനെ ചാമ്പ്യൻ ആയോ അവ എന്ത് ട്രോഫി ഇട്ടാലും ഒരുത്തനെ ഞാൻ എടുക്കത്തില്ല. മരുന്ന് കുത്തി ഫേക്കായിട്ട് ഉണ്ടാക്കിയവനൊന്നും ചാമ്പ്യനല്ല. വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച് സിൽവർ എറ ബോഡിയിൽ ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബോഡിയുള്ളവനാണ് ചാമ്പ്യൻ. മറ്റവനെ ഞാൻ എടുക്കത്തില്ല. എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഫാദർ ഓഫ് ബോഡി ബിൽഡറായിട്ടുള്ള യൂജിൻ സാൻഡേനെ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം എന്തിനാണ് കൊണ്ടുവന്നതെന്നും, അല്ലെങ്കിൽ സ്റ്റീവ് റീവ്സിനെ ബഹുമാനിക്കുന്ന ആളാണ്. ഈ ഏറ്റവും വില കൊടുപ്പുള്ള മരുന്ന് കുത്തിയവൻ ചാമ്പ്യനാവുന്ന പരിപാടിയൊന്നും എനിക്കൊരു ബഹുമാനവും ഇല്ല. അതിനെ അംഗീകരിക്കത്തുമില്ല. അപ്പോൾ മറ്റുള്ളവർ മസിലുണ്ടാക്കി കാണിക്കുമ്പോൾ നിനക്ക് നല്ല ചൊറിച്ചിലുണ്ടെന്നറിയാം. സ്റ്റെറോയിഡ് അടിച്ച ഫേക്ക് മസിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ചൊറച്ചില്ല. എനിക്കെന്തിനാ? എനിക്ക് നല്ല ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ ബോഡി ഉണ്ട്. അയ്യേ, എനിക്കെന്തിനാ ഇഞ്ചക്ഷൻ എടുത്ത ഒരു ഫേക്ക് ബോഡി കണ്ടിട്ട് എനിക്ക് ചൊറച്ചില്ലെന്ന്? നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊരു 50 പവൻ്റെ മുക്കുപണ്ട ആഭരണം കൊണ്ടുപോയി. എനിക്കൊരു ചെറിച്ചിലും ഇല്ല 50 പവൻ്റെ മുക്കുപണ്ടം കണ്ട. പക്ഷേ എനിക്ക് 1 ഗ്രാമിൻ്റെ സ്വർണം കണ്ട എനിക്ക് ചൊറിച്ചിൽ വരും. വേണമെങ്കിൽ വേറെ നാച്ചുറൽ ബോഡിയുള്ള ആരെങ്കിലും കാണിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ചൊറിച്ചിലെന്ന് പറയാം. ഈ മുക്കുവണ്ടം പൂശിയ യഥാർത്ഥ സ്വർണ്ണമില്ലാത്ത മുക്കുവണ്ടം കൊണ്ട് മുക്കുവണ്ടം കണ്ടിട്ട് എനിക്കെന്ത് ചൊറിച്ചിലുമാണ്. കോമഡി തന്നെയാണ്. അത് പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. പെണ്ണുങ്ങളുടെ സ്വഭാവമാണെന്ന്. അപ്പോൾ ഇവിടെയുള്ള ഫെമിനിസ്റ്റുകളും ആളുകളൊക്കെ കേട്ടല്ലോ. അതായത് പെണ്ണുങ്ങളെ ആക്ഷേപിക്കുന്ന പദമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പെണ്ണുങ്ങളെ പുച്ഛിക്കുന്നത്. മനസ്സിലായില്ല? അതായത് പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പെണ്ണുങ്ങൾ മോശപ്പെട്ടവരാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ മോശപ്പെട്ടവരാണ്, സ്ത്രീകൾ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്, പുരുഷന്മാരൊക്കെ നല്ലവരാണ്. അതാ പെണ്ണുങ്ങളെ അവൻ അടിച്ചു താഴ്ത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതൊക്കെ പെണ്ണുങ്ങളുടെ സ്വഭാവമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അതായത് നാച്ചുറലായിട്ട് ബയോളജിക്കലായിട്ട് ഈ നമ്മളൊരു ഗ്രൂപ്പ് അനിമൽ ആയതുകൊണ്ട് തന്നെ
ഈ ഗ്രൂപ്പിലുള്ള ഹയറാർക്കി റാങ്കിങ്ങിന് വേണ്ടിയുള്ള ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ജലസി വരും. അത് കോമ്പറ്റീഷൻ ചെയ്ത് ജയിച്ച് കാണിക്കണം. അല്ല ഒരു കഴിവും ഇല്ലാതെ ഒരു മൂലയിൽ ഇരുന്നിട്ട് അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ എന്തു പറയുക, വിഡ്ഢിത്വമാണ്. അത് ഒന്നിനും കൊള്ളാത്തവന്മാർ ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് അസൂയ തോന്നണം, അത് നാച്ചുറലാണ്. പക്ഷെ തോന്നിയിട്ട് എന്നെക്കാളും മികച്ചതാവാൻ ശ്രമിക്കണം. അതായത് മൂലയിൽ കയറി ഇരുന്നിട്ട് ഒരു കഴിവും ഇല്ലാതെ കിടന്ന് അസൂയ കാണിക്കുന്ന വൻ പരാജയമാണ്. ഇപ്പം അതാണ് ഹെൽത്തി ജലസി എന്ന് പറയുന്നത്. അതാണ് ഒരാളോട് അസൂയ തോന്നിയിട്ട് അയാളെക്കാളും മികച്ചതാവാൻ ശ്രമിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ല പെണ്ണുങ്ങൾ അടിച്ചു താത്തി പെണ്ണുങ്ങളെ പോലെയാണ് പെരുമാറുന്നത്. അതായത് പെണ്ണുങ്ങൾ മോശപ്പെട്ടവരാണെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നെ മനസ്സിലായല്ലേ അവൻ്റെയൊക്കെ മനോഭാവം എന്താണെന്ന്. സ്ത്രീകളോട് മര്യാദയോ റെസ്പെക്റ്റോ ഇല്ല. ബാക്കി കേൾക്കട്ടെ. ആദ്യം മാറ്റി പിടിക്കുന്നത്. പിന്നെ നീ രാജ്യത്തിന് വേണ്ടി എന്തോ ഉണ്ടാക്കാൻ പോണെന്ന് നീ പറഞ്ഞല്ലോ. നീ എന്താണ് രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കാൻ പോണത്? ഓക്കെ, ഞാൻ രാജ്യത്തിന് വേണ്ടി എന്താണ് ഉണ്ടാക്കാൻ പോണേന്ന്, ഉണ്ടാക്കാൻ പോകുന്നുണ്ടാ, ഞാനത് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എന്താണ് ചെയ്തതെന്ന്, നാച്ചുറൽ സ്ക്വാഡ് എന്താണ് ചെയ്തതെന്ന് നീ ആളുകൾക്ക് ചോദിച്ചാൽ മതി. ഇതാ ഞാനെന്നുള്ള ഈ നാച്ചുറൽ സ്ക്വാഡ് ഇല്ലായിരുന്നെങ്കിലേ ഇന്നിവിടെ ഉള്ള മൊത്തം ആളുകളും മറ്റേ സാധനവും കുത്തി നടന്നാണ്. അത്രയേ ഉള്ളൂ. നാച്ചുറൽ സ്ക്വാഡ് ഇല്ലെങ്കിൽ കുത്തി നടന്നാനെ. ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇതിനെയൊക്കെ എതിരെ പറഞ്ഞ ആരാണ്? നിന്നെപ്പോലുള്ളവന്മാർക്കെതിരെ റിയാക്ഷൻ ചെയ്ത നിൻ്റെയൊക്കെ പരിപാടി എനിക്കറിയാം. അതായത് ഇതുപോലെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അവനെ തെറി വിളിക്കുക. നിനക്കൊന്നും സംസ്കാരം ഇല്ലല്ലോ. അപ്പോൾ സംസ്കാരം ഇല്ലാത്തതുകൊണ്ട് അവനൊന്നും എന്ത് പറയാനും മടിയില്ല. അപ്പം ഇങ്ങനെ തെറി വിളിച്ച് കുറ്റവും കുറവും പറഞ്ഞ് ഇങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുക. തെറി വിളിച്ച് യവന്മാർക്കൊരു ഗ്രൂപ്പുണ്ട്. യവൻ കിടന്ന് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുക. അപ്പോൾ യവൻ്റെ ചിങ്കിടികളായിട്ട് കുറേ എണ്ണം ഉണ്ട്. അവന്മാർ വന്ന് ഗ്രൂപ്പുകളിൽ വന്ന് ഇങ്ങനെ ഈ വീഡിയോ ഇട്ടവിടെ തത്തക്കി തള്ളക്കും വിളിക്കും. അപ്പോൾ എനിക്കെതിരെ ഇതുപോലെ പ്രയോഗിച്ച് ഇപ്പോൾ ബാക്കിയുള്ള ഒരുവിധപ്പെട്ടവരൊക്കെ ഇങ്ങനെ പേടിച്ച് യവന്മാരിങ്ങനെ വിളിക്കുമ്പോഴേ ഈ തെറി വിളിയൊക്കെ കേട്ട് പേടിച്ചിരിക്കും. അപ്പോൾ യവന്മാർ വിചാരിച്ചെന്തോ ഇതേപോലെ യവൻ എനിക്കെതിരെ വീഡിയോ ചെയ്ത് അതിൻ്റെ താഴെ വന്ന് ഇങ്ങനെ കൂട്ടം ചേർന്ന് മറ്റേ ആട്ടും പറ്റം പോലെ കൂട്ടം ചേർന്ന് ഇങ്ങനെ തെറി വിളിച്ചാൽ ഞാനും അങ്ങ് എല്ലാവരെയും പോലെ അങ്ങ് ഒതുങ്ങുന്നു. പക്ഷേ ഇത് ബ്രീഡ് വേറെ. അതാണ് നിനക്കൊക്കെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പരമോന്നത അധികാരത്തിൽ നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രാജ്യസേവനമാണ്. അത് ഇന്ത്യൻ ആർമിയിലാണ്. നിനക്ക് ഏകദേശം 32 വയസ്സായി. ഇന്ത്യൻ ആർമിയിൽ നിന്നെ എടുക്കുകയില്ല. ഇനി നിനക്ക് അഥവാ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ, കല്യാണം കഴിക്കണമെന്നില്ല കുഞ്ഞുണ്ടാകാൻ, കള്ളവെടിപ്പിന് പോയില്ല ഉണ്ടായാൽ, ഉണ്ടാകുമോ ഇല്ലെന്നറിയാൻ പറ്റില്ല, സാധനം പൊങ്ങോ ഇല്ലെന്നറിയാൻ പറ്റില്ല. ഇനി ഉണ്ടായാൽ തന്നെ നിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ആ കൊച്ചിന് 5 അടി 5 ഇഞ്ച്. രണ്ടാമത്തെ കാര്യം, ഇവൻ ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആളുകളെയാണ് കളിയാക്കുന്നത്. കറുത്ത കുളി എന്ന് പറഞ്ഞാൽ ഒരുത്തന്നെ കിട്ടിയല്ലോ. ആ പൊന്നു മോനെ, ഇത് ബ്രീഡ് വേറെയാണ്. എൻ്റെ അടുത്ത് ഓരോ കാര്യവും ChatGPTയിലും ഗൂഗിളിലൊക്കെ കാണാതെ പഠിച്ചിട്ട് ഇങ്ങനെ വരരുത്. എനിക്ക് സ്വയം ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. ഹൈറ്റ് എനിക്ക് കുറവാണെന്ന് പറഞ്ഞവന്മാരൊക്കെ ഇന്ന് എവിടെ ഭാഗത്തൊന്നും കാണാനില്ലല്ലോ. ഇത് വേറെയാണ്. എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ സൂക്ഷിക്കണം. എനിക്ക് 5.5 അടി. എൻ്റെ ഹൈറ്റ് 173 സെൻറ്റിമീറ്റർ ആണ്. എൻ്റെ അച്ഛൻ 1929 ജനിച്ചതാണ്. എടാ നീയൊക്കെ ഇന്നലെ ജനിച്ച കാര്യമില്ലേ? ഇത്രയും പഴയ ജെനറ്റിക്സ് ഉള്ള ഒരാളുടെ മോനാണ് ഞാൻ. എന്നിട്ട് എൻ്റെ ഹൈറ്റ് 173 നീയൊക്കെ ഇന്നലെ ഫാക്ടറിയിൽ നിന്ന് തിന്നു വന്ന മാതാപിതാക്കൾക്ക് ഉണ്ടായല്ലേ. ഞാൻ അതിനൊക്കെ മുമ്പുള്ള ആൾക്ക് ജനിച്ചതാണ്. ആ സമയത്തുള്ള ഒരു മനുഷ്യന് 173 സെൻറ്റിമീറ്റർ ഉള്ള ഒരു മോൻ ജനിച്ചെങ്കിലേ ഇന്നുള്ള ഈക്വൽ ഹൈറ്റ് തന്നെയാണ് അന്നുള്ള ഹൈറ്റ്. മനസ്സിലായിട്ട്. രണ്ടാമത്തെ കാര്യം, ഹൈറ്റ് എങ്ങനെ കൂടിയാണ് ഞാൻ 38 തവണ പറഞ്ഞു. ഈ ഫാക്ടറിയിൽ നിന്ന് വെട്ടി വിഴുങ്ങി തിങ്ങുമ്പോൾ ഈ IGF കൂടി മാക്സിമം ശരീരം ഗ്രോത്ത് മോഡിലോട്ട് പോകും. ശരീരം മാക്സിമം വളരും. അതെങ്ങനെയാണ് ക്വാളിറ്റി? ഹൈറ്റ് കൂടിയവൻ ഹൈ ക്വാളിറ്റി, ഹൈറ്റ് കുറഞ്ഞവൻ മോശമെന്ന് മുമ്പ് ഒരുത്തൻ പറഞ്ഞ് അടിച്ചണ്ണാക്കി കൊടുത്ത് വിട്ടേയല്ലോ. ഇത് ഇങ്ങനെ 24 മണിക്കൂർ ഇതും പറഞ്ഞുകൊണ്ട് കിടന്ന ഒരുത്തൻ. ഞാൻ കറുത്ത ഗുളിയ ഞാൻ പൊളിച്ചടുക്കി അണ്ണാക്കി കൊടുത്ത എല്ലാവരും കണ്ടല്ലേ. എനിക്ക് വീണ്ടും അതിന്ന് പറയാൻ വയ്യ. രണ്ടാമത്തെ കാര്യം, പട്ടാളത്തിൽ ചേർന്നതാണ് രാജ്യസ്നേഹവും രാജ്യസേവനവും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, എല്ലാവരെയും എടുത്ത് മാറ്റി. ഒരു രാജ്യത്ത് പട്ടാളക്കാർ മാത്രം മതി, വേറെ ആരും വേണ്ട. കൃഷിക്കാർ വേണ്ട, അല്ലാതെ വർക്കിംഗ് ക്ലാസ് വേണ്ട, അത് ഇൻ്റലക്ച്വൽ ക്ലാസ് വേണ്ട, ഒന്നും വേണ്ട. കുറേ പട്ടാളക്കാർ മാത്രം മതി. ഇവിടെ ഒരു രാജ്യം എന്ന് പറയുന്ന നിലനിൽക്കുന്ന യൂണിറ്റിയുടെ ബേസിലാണ്. ഒരു രാജ്യത്ത് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും വേണം. ഇൻ്റലക്ച്വൽ ക്ലാസ് വേണം, വർക്കിംഗ് ക്ലാസ് വേണം, ഫാർമേഴ്സ് വേണം, പട്ടാളക്കാർ വേണം. അല്ല ഏറ്റവും വലിയ മറ്റേ കാര്യം പട്ടാളക്കാരൊന്നുമല്ല. അപ്പോൾ ഒരു കാര്യം, ഫാർമേഴ്സ് വേണ്ട, പട്ടാളക്കാർ എന്ത് തിങ്ങും? ഇത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള യൂണിറ്റിയാണ്. ഫാർമേഴ്സും പട്ടാളക്കാരും ഇൻ്റലക്ച്വൽ ക്ലാസ്സും വർക്കിംഗ് ക്ലാസ്സും എല്ലാവരും കൂടെ ഒരുമിച്ച് സഹകരിച്ചാലേ ഒരു രാജ്യം പുരോഗമിക്കുകയുള്ളൂ. അല്ലാതെ ഏറ്റവും വലിയ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. എന്നാൽ തെളിയിക്കണം. ഒരു രാജ്യത്ത് പട്ടാളക്കാർ മാത്രം മതി, കൃഷിക്കാർ വേണ്ട, ഇൻ്റലക്ച്വൽ ക്ലാസ് വേണ്ട, വർക്കിംഗ് ക്ലാസ് ഒന്നും വേണ്ട. കുറേ പട്ടാളക്കാർ ഇന്നാ എന്ത് കൂപ്പുകുത്തും രാജ്യം, മണ്ടത്തരമൊക്കെ വിളിച്ച് പറയാതെ. അതൊക്കെ എന്നെപ്പോലുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പൊളിറ്റിക്സ് ഒക്കെ പറയണമെങ്കിലൊക്കെ തലയ്ക്കകത്ത് വല്ലതും വേണം. ഒന്നിനും കൊള്ളത്തില്ലേ, വെറുതെ കിടന്ന് പറഞ്ഞായിട്ടില്ല. അതിൻ്റെ എനിക്ക് 5.5 ഹൈറ്റ് എന്ന്. എനിക്ക് 173 സെൻറ്റിമീറ്റർ, 1929 ജനിച്ചൊരു മനുഷ്യനാണ്.
മനസ്സിലായില്ലേ? പണ്ടത്തെ കാലത്ത് അറിയാമല്ലോ അത്രയും ഹൈറ്റ് കുറവാണ്, എന്നിട്ട് എനിക്ക് ഹൈറ്റ് വന്നു, അത്രയും പണ്ടത്തെ മനുഷ്യന് ജനിച്ച ആളായതുകൊണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു സന്തതി ഉണ്ടാക്കുമ്പോൾ കണ്ടോ ഹൈറ്റ് എത്രയാണ്? എനിക്ക് കൂടാൻ പാടില്ലെന്നാണ് ഞാൻ IGF ഒക്കെ എങ്ങനെയെങ്കിലും കൂടാതെ അടിച്ചമർത്തിയാണ് ഞാൻ നിൽക്കുന്നത് തന്നെ. വെറുതെ വെട്ടി വിഴിഞ്ഞാൽ കൂടും, എന്നിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ വലിച്ചു വാരി തിന്ന് അടുത്തൊരു തലമുറ ഞാൻ ഉണ്ടാക്കുമ്പോൾ ആ കുട്ടിക്ക് ഹൈറ്റ് കൂടി, അത് ഹൈ ക്വാളിറ്റി എന്ന് പറയാനേ നിന്നെ ഈ കറുത്ത കുളി എന്നൊക്കെ പറയുന്നവൻ്റെ പോലെ തലയ്ക്കകത്തിരിക്കുന്ന ചാണകമല്ല എന്തത്, അത് ഹൈ ക്വാളിറ്റി ഒന്നും അല്ലെന്ന് ഒരു ക്വാളിറ്റി അല്ലെന്ന് എനിക്കറിയാം. അത് തിന്നാൽ കൂടും, അത് കഴിവോ എന്തോ ഗമയൊന്നും അല്ല. അത് പറയുന്നവൻ ലോകത്തെക്കുറിച്ചോ എവല്യൂഷണറി ബയോളജിയെക്കുറിച്ചോ ഒരു അറിവും ഇല്ലാത്ത പൊട്ടന്മാരാണ് അത് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അതാണ് പറയാനുള്ള കാര്യം. രണ്ടാമതായി പട്ടാളക്കാരൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ രാജ്യസ്നേഹം ഞാൻ ചെയ്യുന്ന രാജ്യസ്നേഹം തന്നെടാ. ഇവിടെയുള്ള ആളുകൾ മൊത്തം ഹെൽത്ത് വർക്കൗട്ട് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്ത് ഹെൽത്തിന് വാല്യൂ കൊടുക്കുന്നത് അത് തന്നെയാണ്. നിന്നെയൊക്കെ പോലുള്ളവന്മാർ സ്റ്റെറോയിഡ് വിറ്റ് മൊത്തം നശിപ്പിക്കാൻ നടക്കുമ്പോൾ അതൊന്നും എടുക്കരുത്. നിങ്ങളുടെ ഹെൽത്തിന് വാല്യൂ കൊടുക്കണം, നിങ്ങളുടെ ആരോഗ്യം നോക്കണം, എന്നിട്ട് നിങ്ങൾ അടുത്ത മെച്ചപ്പെട്ട തലമുറ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അല്ല നിന്നെപ്പോലെ സ്റ്റെറോയിഡ് കുത്തിയിട്ട് മൊത്തത്തിൽ കൊളാപ്സ് ആവണം സൊസൈറ്റി. ഇത് തന്നെയാണ് ഏറ്റവും വലിയ സാമൂഹിക സേവനം. ഇതിലും വലിയ സാമൂഹിക സേവനം ഈ മേഖലയിൽ വേറെ ആരാ ചെയ്തത് ഇന്നത്തെ തലമുറയിൽ? പണ്ടത്തെ തലമുറയിൽ ഞാൻ നേരത്തെ കാണിച്ച പുള്ളിക്കാരനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ തലമുറയിൽ ഞാനല്ലാതെ ഇതിലും മികച്ച രീതിയിൽ ഇത് ആരാ ചെയ്യുന്നത്? അത് തന്നെയാണ് ഏറ്റവും വലിയ സേവനം. നിന്നെപ്പോലുള്ളവന്മാർക്കെതിരെ വീഡിയോ നിന്നെപ്പോലുള്ളവന്മാർ ഇതുപോലെ ആരെങ്കിലുമൊക്കെ പറയാൻ ധൈര്യം കാണിക്കുമ്പോൾ അവരെ കൂട്ടം ചേർന്ന് പോയി തെറി വിളിക്കുക, എന്നിട്ട് നിന്റെ കുറേ ഒന്ന് ഇങ്ങനെ തെറി വിളിക്കുക കമൻറ്റ് ബോക്സിൽ. അതായത് ഒരാളാണ്. അപ്പോൾ അതുപോലെ എൻ്റെ അടുത്ത് വർക്കായില്ല, അതാണ് അവന്മാർ ഇവിടുന്ന് കരയുന്നത്. ഇനിയൊക്കെ ഇനി വളർന്നിരുന്ന് എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, കാരണം ഇത് ബ്രീഡ് വേറെയാണ്. അപ്പുറം പോകല കേരള പോലീസിൽ പോലും എടുക്കില്ല. പിന്നെ എന്ത് ഉണ്ടക്കാടാ നീ രാജ്യസേവനം എന്ന് പറയുന്നത്? ഞാൻ എന്ത് സേവനമാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. വെള്ളവും ബോധമുള്ളവർക്ക് മനസ്സിലായി. സ്റ്റെറോയിഡും കുത്തി ഒരു ഊത്ത ബോഡി ഉണ്ടാക്കുന്നവനാണ് ഇരുന്ന് വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച് നാച്ചുറലായിട്ട് ചെയ്ത് ആളുകളെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ പറയുന്നത്. ഒരു വിലയും ഹെൽത്തിന് കൊടുക്കാത്തവനാണ്. അവനൊക്കെ എന്ത് യോഗ്യതയുണ്ട് എനിക്കിതിനെ വാറക്കാൻ വേണ്ടി? നിന്നെയും നിന്റെ പാരമ്പര്യത്തെയും, അതായത് യൂറോപ്യൻ ജെനറ്റിക്സിനെയും ഇവിടുന്ന് ഞങ്ങൾ 1947 ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. ഞാൻ ഈ വിഷയത്തിലോട്ടൊന്നും കടുക്കുന്നില്ല. ഞാൻ വേണമെങ്കിൽ ആ സ്ക്രീൻഷോട്ട് കാണിക്കുക. അതായത് ഇപ്പോഴും ഈ പൊട്ടൻ വെളിവും ബോധമുള്ള ആരെങ്കിലുമൊക്കെ ദയവായിട്ട് ഈ മണ്ടന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് മാത്രം ഒന്ന് പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ ഒരു ജനറ്റിക് ടെസ്റ്റിന് ഇതുപോലെ കേരളത്തിലുള്ള ആളുകൾ ഇങ്ങനെ മിക്സ്ഡ് ആണ്, ഈ മിക്സുകളൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ ടെസ്റ്റിലുള്ളതാണ്. അല്ലാതെ വേറെ ആർക്കും ഇല്ല, എനിക്ക് മാത്രമൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിന് എത്തിനിസിറ്റി നോക്കിയാൽ അറിഞ്ഞൂടെ, രൂപം നോക്കിയാൽ അറിഞ്ഞൂടെ ഒരാൾ മിക്സ് ആണോ അല്ലേ എന്ന്? ഒരാളുടെ രൂപം നോക്കിയാൽ അറിഞ്ഞൂടെ അയാൾ മിക്സ് ആണോ അല്ലേ എന്ന്? അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ല. ഇപ്പം ഇവൻ പറയണേണ്ട. അതായത് ഞാൻ പറഞ്ഞത് എനിക്ക് മാത്രം ഇങ്ങനെ ഉണ്ട്, ബാക്കിയുള്ള എല്ലാവരും മലയാളിയാണ്, മലയാളി എന്ന് പറയുന്ന ഒരുപോലെ ഇരിക്കും എല്ലാവരും, ഞാൻ മാത്രമാണെന്നാണ് ഇവൻ പറഞ്ഞ് സ്ഥാപിക്കുന്നത്. ഇത് തന്നെ 1000 തവണ ഞാൻ റിപ്ലൈ കൊടുത്തു. അപ്പം തന്നെ തലയ്ക്കകത്തൊന്നും ഇല്ലല്ലോ, ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകമല്ലേ, പറഞ്ഞിട്ടും കാര്യമില്ല. ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. നിന്റെ യൂറോപ്യൻ ജെനറ്റിക്സിനെ ഇവിടുന്ന് ഞങ്ങൾ തുരത്തിയതാണ്. ഞാൻ ഈ വിഷയമൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ നിനക്ക് ജയ് ഹിന്ദ് വിളിക്കാനുള്ള ഒരു അവകാശവും ഇല്ല, അത് ഞങ്ങൾക്ക് ഭാരതീയർക്കുള്ളതാണ്. അയ്യോ, ഇതൊന്നും ആരും ഇല്ലേ ഇത്രയും വലിയൊരു തലയ്ക്കകത്ത് ചാണകം ഇരിക്കുന്ന ഒരുത്തം പറയുന്ന മണ്ടത്തരം കേട്ട് ചിരിക്കുക. അയ്യോ, ഇവിടെ ഇന്ത്യക്കാരുടെ ജിനോമിനെ കുറിച്ച് എനിക്കല്ല അറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു വിവരവും ഇല്ലാത്തവന് ഇങ്ങനെ കൊണയടിക്കുക. എനിക്ക് എന്നെ പോലുള്ളവരെയൊക്കെ ഗതികേടെ. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വാഴയ്ക്ക് അറിഞ്ഞുകൂടാ, അവന് ഇങ്ങനെ ഇരുന്ന് കൊണ. കാരണം ഭാരതീയരൊക്കെ ഒന്നാണ്, അതൊക്കെ ആശയം കൊണ്ടാടാ. നിനക്കൊന്നും DNA ടെസ്റ്റിനെ കുറിച്ചൊന്നും ഒരു വാഴയ്ക്ക് അറിഞ്ഞുകൂടാ. നിനക്ക് ഇന്ത്യയുടെ ചരിത്രം അറിഞ്ഞൂടാ, ഇന്ത്യയുള്ള ജനങ്ങൾ ആരൊക്കെയെന്ന് അറിഞ്ഞുകൂടാ, അതിൻ്റെ ഒന്നിനെ പറ്റി അറിയത്തില്ല. എൻ്റെയൊക്കെ ഒരു ഗതികേട്. വിവരം ഇല്ലാത്തവനും പറയുമ്പോൾ അതിന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ നിൽക്കണം, ജയ് ഹിന്ദ് വിളിക്കാൻ. അതുകൊണ്ട് നിന്റെ ഫിലോസഫിയും കൊണ്ട് ഇനി വന്നാൽ ഞാൻ എൻ്റെ ജെനറ്റിക്സ് ഇങ്ങോട്ട് ഇറക്കും, അറിയില്ലേ എൻ്റെ അപ്പനെ. ഓർമ്മയില്ലേ ഇവൻ്റെ അച്ഛനെ വിളിച്ചോണ്ട് വന്നത്? ഞാൻ പറഞ്ഞത് എന്താണ്, അതായത് എന്താ പറയുക, ഇവൻ്റെ അച്ഛനെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെ ഡയലോഗ് അടിച്ചല്ലോ. ഇവൻ്റെ അച്ഛൻ ആദ്യം തന്നെ എടാ പുല്ലേ എന്നാണ് എന്നെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം തന്നെ എനിക്ക് കാര്യമൊക്കെ പിടികിട്ടി. നീ ഒരു കാര്യം ചെയ്യുക, ആ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നീട്ടല്ല, ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നിന്റെ അച്ഛനെ കൊണ്ട് നീ കാണിച്ചല്ലോ, അതാണ് നീ സ്റ്റെറോയിഡ് കുത്തുന്നത്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ വെള്ളവും ഭക്ഷണവും കഴിച്ച് നാച്ചുറലായിട്ട് ചെയ്യുന്നത്, അതാണ് വ്യത്യാസം. അത് നീ മനസ്സിലാക്കുക. അതായത് എവനെ എന്തെങ്കിലും പറഞ്ഞാൽ എവ ഓടിപ്പോയി അവൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരും. മറ്റേ സ്കൂളിലൊക്കെ കുട്ടികൾ വിളിക്കുമല്ലോ, ഈ സ്കൂളിൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകുമ്പോൾ ഉടനെ ചെന്ന് മറ്റേ അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമല്ലോ, അതുപോലെയാണ് എനിക്ക് തോന്നിയത്.
അങ്ങനെയുള്ള പണിക്ക് വിടും നിന്നെ കടപ്പുറത്ത് ഞാൻ കേട്ടാ. കടപ്പുറത്ത് പണിക്ക് വിടുവോന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ത് ഗതികേട്, വെറുതെ ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് എന്നെ കുറിച്ച് എന്ത് ചെയ്താലും വൈറലാവും. അതായത് എന്നെ മെൻഷൻ ചെയ്ത് എന്ത് ചെയ്താലും വൈറലാവും. അതിനാണ് ഇവന്മാരൊക്കെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ ഇവൻ പറഞ്ഞ എന്ത് പോയിന്റാണ്, മനസ്സിലായില്ലേ? കാര്യമൊക്കെ പിടിയിട്ടിയല്ലേ? ഇതാണ് അവസ്ഥ. അപ്പോൾ യുവമാർക്കെതിരെ ഞാൻ ആദ്യം വിചാരിച്ച് വേറെ ആരും ചെയ്യാത്തത്, പിന്നെയാണ് പിടികിട്ടിയേ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതെന്താ വേറെ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറും ഇങ്ങനെ യുവമാർക്കെതിരെ ഒന്നും വീഡിയോ ചെയ്യുന്നില്ലല്ലോ, എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. കാരണം യുവമാരിങ്ങനെ യവനെ പോലുള്ളവന്മാർ വന്ന് ഇങ്ങനെ തെറി വിളിക്കും, കാരണം സംസ്കാരം ഇല്ലല്ലോ. അപ്പോൾ പച്ചക്ക് ഇങ്ങനെ തന്തയ്ക്കും തള്ളക്കൊക്കെ തെറി വിളിക്കും, തെറിയും വിളിക്കും. യവൻ്റെ കുറേ വന്ന് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വളരെ മോശമായിട്ട് ഇങ്ങനെ തെറി വിളിക്കും. കാരണം യവ എന്ത് പറഞ്ഞാലും അതിനെ കണ്ണുമടച്ച് ഫോളോ ചെയ്യുന്ന കുറേ എണ്ണമുണ്ട്. അപ്പോൾ ഇവരുടെ തെറിവിളിയും യവ ഇങ്ങനെ പറഞ്ഞ് ഈ തെറി വിളിക്കുമല്ലോ, ഇത് പേടിച്ചിട്ടാണ് വേറെ ആരും ചെയ്യാത്തത്. പക്ഷേ ഇത് ആള് വേറെ ആയിപ്പോയി. ബാക്കിയുള്ളവന്മാരത്ത് കുണയ്ക്കും പോലെ അല്ല. യവന്മാരെന്ത് കുറേ തെറിയും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അയ്യോ നാണക്കേട്, അയ്യോ എൻ്റെ വീട്ടിൽ നിന്ന് ഡിപ്രഷൻ അടിച്ച് കരയും, എന്നെ ആയിരക്കണക്കിന് ആളുകൾ തെറി വിളിച്ചു, എന്നെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നതല്ലടാ. നീയൊക്കെ 800 കോടി ഒന്നിച്ചെന്ന് ആക്രമിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ഇതേ മെൻ്റൽ സ്ട്രെങ്ത് വേറെയാണ്, മനസ്സിലായില്ലേ? ആ തരത്തിന് പോയി കളി. ഇന്ത്യയൊക്കെ മറ്റേ തെറി വിളിച്ച് സത്യം പറയുന്നവനെ ഒതുക്കുന്ന പരിപാടിയൊന്നും വേണ്ട. രണ്ടാമത്തെ കാര്യം, നീയൊക്കെ ഉപയോഗിച്ചോ, നീയൊക്കെ എടോ ഞാൻ എൻ്റെ മെസ്സേജ് പറയുന്നു, അതിന് നിനക്കൊക്കെ ഇത്ര കഴപ്പെന്താ? നിനക്കെന്താ ഇത്ര കഴപ്പ്? എൻ്റെ മെസ്സേജ് ഞാൻ പറയുന്നു. നീ സ്റ്റെറോയിഡ് പ്രൊമോട്ട് ചെയ്തോ, ഞാൻ സ്റ്റെറോയിഡ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. എടോ എല്ലാണോ സ്റ്റെറോയിഡ് പ്രൊമോട്ട് ചെയ്യുന്നു? ഇവിടെ ഒറ്റ ഒരുത്തനേ ഉള്ളൂ അതിനെതിരെ സംസാരിക്കാൻ. അതിനെതിരെ സംസാരിക്കുന്ന ഒരുത്തൻ സംസാരിക്കുന്ന യുവമാർക്കൊക്കെ പ്രശ്നം. ഇവിടെ കിടക്കുന്ന എല്ലാവന്മാരും സ്റ്റെറോയിഡും പുളുത്തി ഫേക്ക് ബോഡിയെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ. ഒരുത്തൻ സത്യം പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയും. നിനക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നീ പ്രൊമോട്ട് ചെയ്യും, അല്ല എൻ്റെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കൊളുത്താൻ നിൽക്കട്ടെ. അതെനിക്കറിയാം, കാരണം അവന് റീച്ച് ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ വീഡിയോ വേണം, അല്ലാതെ വീഡിയോ ഇട്ടാലും റീച്ച് കിട്ടത്തില്ല. അല്ലെങ്കിൽ വല്ല കമൻറ്റും എടുത്തിട്ട് ഇങ്ങനെ കുണയ്ക്കും. അത്രേ അവൻ്റെ കണ്ടന്റ് ഉള്ളൂ, അല്ല കൂടുതലൊന്നുമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. നിങ്ങളുടെ കൈവശമുള്ള സ്ക്രാപ്പ് പണമാക്കി മാറ്റാൻ സ്ക്രാപ്പ് സെറ്റ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക.